എന്തായാലും നമ്മൾ നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വ്യാപാരം ആരംഭിച്ചത് ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് നോട്ടിലായിരുന്നു എന്ന് വേണം കരുതാനായിട്ട്. പ്രധാനമായിട്ടും FOMC മീറ്റിംഗ്, ബഡ്ജറ്റ് അവതരണം എന്നിവയൊക്കെ തന്നെ മുൻനിർത്തി ഇൻവെസ്റ്റേഴ്സ് കോഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റാൻസ് സ്വീകരിച്ചു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഇന്നത്തെ ഒരു വ്യാപാര ദിനത്തെ സംബന്ധിച്ചിടത്തോളമുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എങ്ങനെയാണ്? ജാസ്മിൻ, നമ്മൾ ജനുവരി 22 ശേഷം നിഫ്റ്റി 50 ഒരു കൺസോൾട്ടേഷൻ കറക്ഷനാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സോ നിഫ്റ്റി 50 കേസിൽ രണ്ട് മേജർ ഏരിയാസ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്, റെസിസ്റ്റൻസിന് വേണ്ടി 21,800 പോയിന്റ്, സപ്പോർട്ടായിട്ട് 21,400 പോയിന്റ്. സോ 21,400 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നിഫ്റ്റി 50 നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 400 to 600 പോയിന്റ്സ് കളക്ഷൻ എക്സ്പെക്ട് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം ഈ ഒരു ബെയറിഷ് വ്യൂ വഴിമാറണമെങ്കിൽ 21,800 പോയിന്റ് മുകളിൽ നിഫ്റ്റി 50 ക്ലോസ് ചെയ്യണം. സർ, അതിനോടൊപ്പം നിഫ്റ്റി ബാങ്കിലേക്ക് നോക്കുകയാണെങ്കിലും ബാങ്കിൽ തുടക്കത്തിൽ ഏകദേശം ഒരു 0.55%, 0.5%-ലധികം ഇടിവായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇടിവിന്റെ ഒരു തോത് നേരിയ തോതിൽ കുറയുന്നു എന്ന് തന്നെ പറയാം. നിലവിൽ 0.43% ഇടിവിൽ 45,172.9 എന്നൊരു റേഞ്ചിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിഫ്റ്റി ബാങ്കുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവ് എന്താണ്? അതിനോടൊപ്പം ഇന്ന് ഈ ഒരു സൂചികയിൽ സാർ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള സ്റ്റോക്സ് ഏതൊക്കെയാണ്? അൺഫോർച്ചുനേറ്റ്ലി ബാങ്കിങ് സെക്ടറിൽ ഇന്ന് ലോങ് പൊസിഷൻ എടുക്കാനും ശ്രമിക്കുന്നില്ല. കാര്യം ബാങ്കിങ് സെക്ടർ, ബാങ്കിങ് നിഫ്റ്റിയുടെ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ലോങ് ടേം ട്രെൻഡ് നിലവിൽ ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ഏറ്റവും മുഖ്യമായിട്ട് നമ്മൾ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട രണ്ട് മേജർ സപ്പോർട്ട് ഏരിയ, ആദ്യത്തെ 45,200, അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 44,400 പോയിന്റ്. എനിക്ക് തോന്നുന്നില്ല ഈ ആഴ്ചത്തെ ട്രേഡിംഗിൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന് തിരിച്ച് ബുള്ളിഷ്നെസ്സിലോട്ട് വരാൻ സാധിക്കുമെന്ന്, അൺലെസ് നാളത്തെ ബഡ്ജറ്റ് അവതരണത്തിൽ നമ്മുടെ ധനകാര്യമന്ത്രി ഹാസ് ഗോട്ട് ടു അനൗൺസ് സംതിങ് വെരി വെരി ഡ്രമാറ്റിക്. അങ്ങനെ ഒരു ബുള്ളിഷ്നെസ്സിലോട്ട് തിരിച്ച് നിഫ്റ്റി ബാങ്ക് വഴിമാറണമെങ്കിൽ 46,800 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. പ്രദീപ് സർ, അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട സെക്ടർ നിഫ്റ്റി ഓട്ടോയാണ്. നിലവിൽ 0.73%-ലധികം ഒരു മുന്നേറ്റം ഓട്ടോ സെക്ടർ കാഴ്ചവെക്കുന്നുണ്ട്. അതിൽ നിന്നും എടുത്തു പറയേണ്ട ഒരു സ്റ്റോക്ക് തീർച്ചയായിട്ടും ടാറ്റ മോട്ടോഴ്സ് ആണ്. നിലവിൽ 2.36%-ലധികം ഒരു മുന്നേറ്റം രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്നലെ 5% ഒരു ഉയർച്ചയോടുകൂടി ഓൾ ടൈം ഹൈ ആണ് ഇന്നലെ ടാറ്റ മോട്ടോഴ്സ് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വിപണി മൂലധനത്തിന്റെ കാര്യത്തിൽ മാരുതി സുസുക്കിയെ മറികടന്നുകൊണ്ടുള്ള ഒരു പെർഫോമൻസ് ആണ് നിലവിൽ ടാറ്റ മോട്ടോഴ്സ് കാഴ്ചവെക്കുന്നത്. ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഹൈ വാല്യുവേഷൻസിൽ ഒരു പുതിയ പൊസിഷൻ അഡ്വൈസബിൾ ആണോ? ഒരിക്കലും അല്ല. നമ്മുടെ കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മെയിൻറ്റെയിൻ ചെയ്യാം. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ടാറ്റ മോട്ടോഴ്സ് വരും മാസങ്ങളിൽ അറ്റ്ലീസ്റ്റ് ഒരു 1,000 രൂപ വരെയെങ്കിലും എത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബട്ട് നമുക്ക് അങ്ങനെ ആ സ്റ്റോക്കിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കണമെങ്കിൽ സ്റ്റോക്കിൽ ഒരു കറക്ഷൻ നടക്കുമ്പോൾ മാത്രമേ നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കത്തുള്ളൂ. സർ, അതിനോടൊപ്പം നിഫ്റ്റി ബാങ്കിലേക്ക് ഇപ്പോൾ നോക്കൂ. നിഫ്റ്റി ബാങ്കിൽ ഒരു പക്ഷേ ഇന്നലെയും ഏറ്റവും അധികം നേട്ടം നൽകിയ ഓഹരികളിലൊന്ന് പഞ്ചാബ് നാഷണൽ ബാങ്ക് തന്നെയായിരുന്നു. ഇന്നും ഇപ്പോൾ 0.78% നേട്ടത്തിൽ 110.1 എന്നൊരു റേഞ്ചിലാണ് ഇപ്പോൾ വ്യാപാരം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നലത്തെ ഒരു 52 വീക്ക് ഹൈ റേഞ്ച് ആയിട്ടുള്ള 110.95 എന്നൊരു റേഞ്ചിന് വളരെ തൊട്ടടുത്ത് വീണ്ടും ഒരു 52 വീക്ക് ഹൈ റേഞ്ച് സൃഷ്ടിക്കാനുള്ളൊരു മുന്നേറ്റത്തിലാണ് എന്ന് തന്നെ പറയാം. PNB-യുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? ഈ ഒരു ഓഹരിയിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി സാർ കാണുന്നുണ്ടോ? ഒട്ടുമില്ല. ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ എൻറ്റയർ ബാങ്കിങ് മേഖല എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരവും കാണാൻ സാധിക്കുന്നില്ല. അത് നമ്മൾ ബാങ്കിങ് സെക്ടർ രണ്ടായിട്ട് പിരിച്ചു കഴിഞ്ഞാൽ ലാർജ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ലൈക്ക് HDFC ബാങ്ക്, ICICI ബാങ്ക്, കോട്ടക് ബാങ്ക്, ഇതിലൊക്കെ ഒത്തിരി വീക്ക്നെസ്സും ബെയറിഷ്നെസ്സും കാണാൻ സാധിക്കുന്നുണ്ട്. PSU ബാങ്ക്സിൽ വാട്ട് ഹാസ് ഹാപ്പൻഡ് അതിൽ കാര്യമായിട്ട് വീക്ക്നെസ് ഒന്നും തന്നെ ഇല്ലെങ്കിൽ പോലും നമുക്കൊരു പുതിയ ലോ റിസ്ക് ബൈയിങ് അവസരം ഈ സ്റ്റോക്കിൽ ഒന്നും തന്നെ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല.
യെസ് സാർ, അതോടൊപ്പം തന്നെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഓട്ടോ ടെക് കമ്പനി ആയിട്ടുള്ള KPIT ടെക്കിനെ കുറിച്ചാണ്. നിലവിൽ 1.37% തന്നെ ഒരു മുന്നേറ്റം കമ്പനി രേഖപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പുറത്തു വന്ന ഒരു മൂന്നാം പാദ ഫലങ്ങൾ വളരെയധികം മികച്ചതായിരുന്നു എന്ന് വേണം പറയാൻ. 50.6% ഒരു അറ്റാദായമാണ് കമ്പനി ഈ ഒരു പാദത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. KPIT ടെക്കിനെ കുറിച്ചുള്ള താങ്കളുടെ ഒരു വ്യൂ എങ്ങനെയാണ്? KPITയുടെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു, ബട്ട് ദ ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ബെയറിഷ്. സോ തിരിച്ചൊരു ബുള്ളിഷ് ട്രിഗർ നമുക്ക് ലഭിക്കണമെങ്കിൽ 1490 രൂപയുടെ റെസിസ്റ്റൻസ് ഇന്ന് ബ്രേക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ലോ റിസ്ക് ആയിട്ട് നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കത്തുള്ളൂ. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാദഫലം പുറത്തുള്ള ലാർസൻ ആൻഡ് ട്യൂബ്രോയുമായി ബന്ധപ്പെട്ട് ചോദിക്കുകയാണെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കഴിഞ്ഞൊരു ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ എക്സ്ട്രീംലി ഗുഡ് ആയിട്ടുള്ള ഒരു ഓർഡർ ബുക്ക് ഒക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും റവന്യൂ അതുപോലെ തന്നെ പാറ്റിലും അധികം ഒരു സ്ട്രീറ്റിന്റെ എസ്റ്റിമേറ്റ് അനുസരിച്ച് എത്താൻ ഈ ഒരു കമ്പനിക്ക് സാധിച്ചിട്ടില്ല. നിലവിൽ നോക്കുകയാണെങ്കിൽ L&Tയിൽ ശക്തമായിട്ടൊരു ഇടിവ് തന്നെയാണ് രേഖപ്പെടുത്തുന്നത്. വലിയ നേട്ടങ്ങൾക്ക് ശേഷം ഈ വരുന്നൊരു ഇടിവിനെ നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണാൻ സാധിക്കുമോ? അനില, ഞാൻ ഈ സ്ട്രീറ്റിന്റെ അഭിപ്രായത്തിന്റെ കൂടെ ഒട്ടും യോജിക്കുന്നില്ല. ആസ് ഫാർ ആസ് ഐ എം കൺസേൺഡ്, L&T ഇസ് എ ഫാന്റാസ്റ്റിക് കമ്പനി, ഫാന്റാസ്റ്റിക് സ്റ്റോക്ക്. ഏത് ഇൻവെസ്റ്ററും അവരുടെ പോർട്ട്ഫോളിയോയിൽ ചേർക്കേണ്ട ഒരു സ്റ്റോക്ക് L&T. ബട്ട് L&Tയുടെ പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, L&T ഓൾമോസ്റ്റ് കഴിഞ്ഞ 5-8 മാസങ്ങളായിട്ട് ഒരു കറക്ഷൻ പോലും നേരിടാതെ ഒത്തിരി നേട്ടം നമുക്ക് നൽകി കഴിഞ്ഞു. സോ നാച്ചുറലി നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇറ്റ് ഈസ് ഓൺലി അബൌട്ട് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ്. ആക്ച്വലി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്തായിരിക്കാം നമ്മൾ ഈ സ്റ്റോക്കിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കേണ്ടത്. സ്റ്റോക്കിന്റെ കേസിൽ 2 മേജർ സപ്പോർട്ട് ഏരിയാസ് ഞാൻ കണ്ടുവച്ചിരിക്കുന്നത്. ആദ്യത്തെ 3300 രൂപയും അതിനെ തുടർന്ന് 3200 രൂപയും. സോ വരും സെഷൻസിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സപ്പോർട്ട് ഏരിയാസ് നിലനിൽക്കുന്നുണ്ടോ എന്ന് വിലയിരുത്തുക. അതിന്റെ ശേഷം വി ക്യാൻ കൺസിഡർ ലോങ് പൊസിഷൻ. അതോടൊപ്പം തന്നെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫൈനാൻഷ്യലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ന് 3.5% ഒരു മുന്നേറ്റം രേഖപ്പെടുത്താനായിട്ട് ഈ ഒരു സ്റ്റോക്കിന് സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന പാദഫലങ്ങൾ അത്ര ഭേദപ്പെട്ടതായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഈ ഒരു സ്റ്റോക്കിന്റെ ഒരു പെർഫോമൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം, അതായത് 2023 ജൂലൈ 4 രേഖപ്പെടുത്തിയ 346.55 എന്നുള്ളതായിരുന്നു അവസാനം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ഒരു 52 വീക്ക് ഹൈ എന്ന് പറയുന്നത്. അവിടെ നിന്നും ഇങ്ങോട്ട് കാര്യമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ഒന്നും തന്നെ സ്റ്റോക്കിന് ഉണ്ടായിട്ടില്ല എന്ന് വേണം കരുതാൻ. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡിന്റെ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്ന നിക്ഷേപകർ സ്വീകരിക്കേണ്ട സ്റ്റാൻസ് എന്താണ്? ഫിനാൻസിന്റെ എല്ലാ ട്രെൻഡ് നിലവിൽ ഇപ്പോൾ സൈഡ് വേസ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജൂൺ 2023 ഈ സ്റ്റോക്കിന്റെ ഒരു പീക്ക് ലെവൽ അറൌണ്ട് 345 രൂപയ്ക്ക് അടുത്തായിരുന്നു അതിന്റെ ഒരു പീക്ക് ലെവൽ. ആ ഒരു ലെവൽ എത്തിയതിനു ശേഷം കഴിഞ്ഞ ഒരു 5-8 മാസങ്ങളായിട്ട് ഈ സ്റ്റോക്കിൽ ഒരു കൺസോൾട്ടേഷൻ കറക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആസ് ഇൻവെസ്റ്റേഴ്സ് നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് ഏരിയ 300 രൂപയായിരിക്കണം. 300ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ സ്റ്റോക്കിൽ ലോ റിസ്ക് ബൈങ് അവസരം ലഭിക്കാൻ പോകുന്നുള്ളൂ. അതിനോടൊപ്പം തന്നെ NTPCയുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. കമ്പനിയെ സംബന്ധിച്ച് പറയാം, കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്ര ഗവൺമെന്റിനോട് ഒരു 80,000 കോടി രൂപയുടെ ഒരു കരാറിൽ ഏർപ്പെട്ടു എന്ന തരത്തിലുള്ള വാർത്തകൾ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓഹരിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും ജനുവരി 29 രേഖപ്പെടുത്തിയ 325.75 എന്നൊരു 52 വീക്ക് ഹൈന് ശേഷം വീണ്ടും വലിയൊരു ഇടിവിലേക്ക് ഓഹരി ഇതുവരെ പോയിട്ടില്ല. 0.81% നേട്ടത്തോടു കൂടി 318 രൂപ എന്നൊരു റേഞ്ചിലാണ് ഇപ്പോൾ വ്യാപാരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. NTPCയുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവ് എന്താണ്? ഈ ഒരു ഓഹരിയിൽ വാച്ച് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? NTPCയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ ദ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് എങ്കിലും ഈ 320, 323 ദിസ് ഇസ് എ ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് സോൺ. സോ ദാറ്റ് ഈസ് ഓൾസോ ഈ സ്റ്റോക്കിന്റെ ഒരു ഓൾ ടൈം ഹൈ ആണെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. സോ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ ട്രേഡിംഗ് പെർസ്പെക്റ്റീവിൽ നമ്മൾ എടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ 324 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യട്ടെ, അതിനുശേഷം നമുക്ക് ഷോർട്ട് ടേമിന് വേണ്ടി കൺസിഡർ ചെയ്യാം. ബട്ട് നമ്മൾ ഇതിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു കറക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക.
യെസ് സർ, അതോടൊപ്പം തന്നെ ബജാജ് ഓട്ടോയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ 0.34% ഒരു മുന്നേറ്റത്തോടു കൂടി 7,592 രൂപ എന്നുള്ള ഒരു നിലവാരത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സ്റ്റോക്കിന്റെ ഒരു പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓൾ ടൈം ഹൈയിൽ തന്നെയാണ് നിലവിൽ വ്യാപാരം മുന്നോട്ട് പോകുന്നത് എന്നും കാണാം. അതോടൊപ്പം തന്നെ ബജാജ് ഓട്ടോയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബ്രോക്കറേജുകൾ, പ്രധാനപ്പെട്ട പ്രഭുദാസ് ലീലാധർ, KR ചോക്സി തുടങ്ങിയ ബ്രോക്കറേജുകളൊക്കെ തന്നെ ഒരു 8,000-8,200 രൂപയൊക്കെ മറികടക്കാനുള്ള ഒരു സാധ്യത കൂടി നൽകിയിട്ടുണ്ട് എന്നും കാണാൻ. ബജാജ് ഓട്ടോയെ സംബന്ധിച്ചിടത്തോളം ഈ ഇത്തരത്തിലുള്ള ഒരു ഹൈ വാല്യുവേഷൻസിൽ താങ്കൾ അഡ്വൈസ് ചെയ്യുന്ന പൊസിഷൻസ് എന്തായിരിക്കും? ജാസ്മിൻ, ഈ സ്റ്റോക്കിൽ നമുക്ക് ഒരിക്കലും ഈ ലെവൽസിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ അവസരം ഞാൻ കാണുന്നേ ഇല്ല. നമുക്കറിയാം ഇന്ന് ലാസ്റ്റ് ആൻഡ് ഫെബ്രുവരിയിൽ എന്താ സംഭവിച്ചതെന്ന്. മികച്ച ഫൈനാൻഷ്യൽ പെർഫോമൻസ്, എക്സലന്റ് കമ്പനി, എങ്കിൽ പോലും കറക്ഷൻ ഇല്ലാതെ ആ സ്റ്റോക്ക് കഴിഞ്ഞ 5-8 മാസം നൽകിയ നേട്ടത്തിനെ തുടർന്ന് നമ്മൾ ഇന്നൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ബജാജ് ഓട്ടോയിൽ അതേപോലെ നമുക്കൊരു സേഫ് ആയിട്ട് ഒരു പുതിയ ലോങ് പൊസിഷൻ ഈ ലോങ് ടേമിന് വേണ്ടി എടുക്കണമെങ്കിൽ ബജാജ് ഓട്ടോയിൽ അതേപോലെ ഒരു നല്ല കറക്ഷൻ നടക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് ലോ റിസ്കിൽ ഒരു അവസരം ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരം ലഭിക്കാൻ പോകുന്നുള്ളൂ. അറ്റ് ദിസ് ഹൈ ലെവൽ ഇറ്റ്സ് വെരി വെരി റിസ്കി. സർ, അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം പാതഫലം പുറത്തുവിട്ട കൊച്ചിൻ ഷിപ്പ്യാർഡുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ കൂടിയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഓഹരി അല്ലെങ്കിൽ കമ്പനിയെ സംബന്ധിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ വലിയ മികച്ച ഒരു പെർഫോമൻസ് ആണ് ഡിസംബർ പാദത്തിൽ കമ്പനി ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവരുടെ കൺസോളിഡേറ്റഡ് പ്രോഫിറ്റിൽ ഏകദേശം 120% വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ഒരു റവന്യൂയിലേക്ക് നോക്കുകയാണെങ്കിലും 67 കൺസോളിഡേറ്റഡ് റവന്യൂയിലേക്ക് നോക്കി 67% നേട്ടം ലാഭ വളർച്ച രേഖപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടുമുണ്ട്. നിലവിൽ ഒരു പുതിയൊരു 52 വീക്ക് ഹൈ റേഞ്ച് സൃഷ്ടിച്ചുകൊണ്ടാണ് ഓഹരി ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏകദേശം 3% നേട്ടം രേഖപ്പെടുത്താനും കൊച്ചിൻ ഷിപ്പ്യാർഡിന് സാധിക്കുന്നുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡുമായി ബന്ധപ്പെട്ടിട്ട് സാറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? ഷിപ്പ്യാർഡിന്റെ കേസിൽ ഇന്ന് ആദ്യ നിമിഷങ്ങളിൽ തന്നെ നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കാണാൻ സാധിച്ചത്. ആൻഡ് സ്റ്റോക്ക് ഇന്ന് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിന് ശേഷം ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ അറൌണ്ട് 944 രൂപയ്ക്ക് അടുത്തായിരുന്നു ഓൾ ടൈം ഹൈ. സോ അതിനുശേഷം നമുക്ക് ഈ സ്റ്റോക്കിൽ ഇപ്പോൾ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നത്. ഈ ഹൈ ലെവൽസിൽ ഐ ഡോണ്ട് തിങ്ക് നമുക്ക് ലോങ് പൊസിഷൻ സേഫ് ആയിട്ട് എടുക്കാൻ സാധിക്കുമെന്ന്. സോ കറക്ഷൻ നടക്കുന്ന സമയത്ത് വി ക്യാൻ കൺസിഡർ. യെസ് സർ, അതോടൊപ്പം തന്നെ PNC ഇൻഫ്രാടെക്കിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ 1.5% ഒരു ഇടിവ് ഈ സ്റ്റോക്ക് കാഴ്ചവെക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു പുതിയ 52 വീക്ക് ഹൈയിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം LKP സെക്യൂരിറ്റീസ് അടക്കമുള്ള ബ്രോക്കറേജുകൾ പോസിറ്റീവ് ഔട്ട്ലുക്ക് ആണ് ഷെയർ ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 25% അപ്സൈഡ് പൊട്ടൻഷ്യലോടുകൂടി നിലവിലെ വിലയിൽ നിന്നും ഒരു 500 രൂപ മറികടക്കാനുള്ള ഒരു സാധ്യതയാണ് ബ്രോക്കറേജ് പങ്കുവെക്കുന്നത്. PNC ഇൻഫ്രാടെക്കിനെ സംബന്ധിച്ചിടത്തോളമുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടേം വ്യൂ എങ്ങനെയാണ്? ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആണെന്നുള്ള ഒരു കാര്യം നമ്മൾ മാർക്കരുത്. ആൻഡ് സ്റ്റോക്ക് ഒത്തിരി നേട്ടം നമുക്ക് ഓൾറെഡി നൽകി കഴിഞ്ഞു. സോ കയ്യിൽ ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് മെയിൻറ്റെയിൻ ചെയ്യാം. ബട്ട് ഈ ഹൈ ലെവൽസിൽ നോട്ട് അഡ്വൈസബിൾ ടു ടേക്ക് എ ന്യൂ ലോങ് പൊസിഷൻ. ഇസ്രായേലിനൊപ്പം തന്നെ IT മേഖലയുള്ള TCS ഇപ്പോൾ മികച്ച ഒരു മുന്നേറ്റം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. 0.59% നേട്ടത്തിൽ 3823 എന്നൊരു റേഞ്ചിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓഹരി ഒരു 52 വീക്ക് ഹൈ നോക്കുകയാണെങ്കിലും ജനുവരി 15 സൃഷ്ടിച്ച 3965 രൂപ എന്നൊരു നിലവാരമാണ്. TCSമായി ബന്ധപ്പെട്ട് ഇനി ആ ഒരു ഓഹരി കൈവശം സൂക്ഷിക്കുന്ന നിക്ഷേപകൻ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? TCS നമുക്ക് തീർച്ചയായിട്ടും അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഹോൾഡ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കായിട്ട് ഞാൻ കരുതുന്നത്. ബട്ട് കഴിഞ്ഞ ഒരു 10 ദിവസമായിട്ട് ഈ സ്റ്റോക്കിൽ ഒരു കറക്ഷൻ നടക്കുന്നുണ്ട്. നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസ് തീർച്ചയായിട്ടും ഒരു ബൈയിങ് അവസരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ സ്റ്റോക്കിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ടാർഗറ്റ് ആയിട്ട് നമുക്ക് ശ്രദ്ധിച്ചിരിക്കാവുന്നത് 4000 രൂപയായിരിക്കും. 4000 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ വലിയ ഒരു മുന്നേറ്റം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം.
യെസ് സാർ. അതോടൊപ്പം തന്നെ കേരള കമ്പനി ആയിട്ടുള്ള മുത്തൂറ്റ് മൈക്രോഫിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ സ്റ്റോക്ക് ഒരു മികച്ച മൂവ്മെന്റ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. 14% ഒരു മുന്നേറ്റം ക്വാർട്ടർലി റിസൾട്ടുകളെ തുടർന്ന് കമ്പനി പ്രകടമാക്കിയിട്ടുണ്ട്. ഇന്നും 1.22% നേട്ടത്തോടുകൂടി 257 രൂപ എന്നുള്ള ഒരു നിലവാരത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. കമ്പനിയുടെ മുൻ വർഷത്തെ അറ്റാദായത്തെ അപേക്ഷിച്ച് 119% ഒരു ഉയർച്ച ഈ ഒരു പാദത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അധികം കാലമൊന്നും ആയിട്ടില്ല ലിസ്റ്റ് ചെയ്തിട്ട് എന്ന് വേണം മുത്തൂറ്റ് മൈക്രോഫിനെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റേഴ്സ് മനസ്സിലാക്കിയിരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലിസ്റ്റിംഗിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് റേറ്റിലും കൂടിയായിരുന്നു ലിസ്റ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നത്. പെർഫോമൻസ് ചാർട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പറയത്തക്ക ഒരു പെർഫോമൻസ് ചാർട്ട് നിലവിലായിട്ടില്ല. എങ്കിൽ കൂടിയും മുത്തൂറ്റ് മൈക്രോഫിനെ ഹോൾഡ് ചെയ്യുന്ന നിക്ഷേപകർ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുക. ബിക്കോസ് ഇന്നലെ ഒരു വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. ആൻഡ് സ്റ്റോക്കിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ഇപ്പോൾ ബുള്ളിഷായി വഴിമാറിക്കൊണ്ടിരിക്കുന്നു. ഹോൾഡ് ഇറ്റ്. ഒരു കറക്ഷൻ അടുത്ത 2-3 സെഷനിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു ബൈയിങ് അവസരമായിട്ട് നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും. സർ, അതിനോടൊപ്പം തന്നെ ഓയിൽ ആൻഡ് ഗ്യാസ് സൂചിക ഉൾപ്പെട്ടുള്ള ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഓഹരിയെ സംബന്ധിച്ച് പറയുന്നത് ഇന്നലെയും ശക്തമായിട്ടൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നും ഇപ്പോൾ 1.06% നേട്ടത്തിൽ 509.55 എന്നൊരു റേഞ്ചിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓഹരിയുടെ 52 ഹൈ നോക്കുകയാണെങ്കിൽ ഇന്നലെ സൃഷ്ടിച്ച 517.85 എന്നൊരു റേഞ്ചാണ്. ഇന്നിപ്പോൾ വ്യാപാരം ആരംഭിച്ചപ്പോൾ നേരിയൊരു ഇടിവ് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് ടോൺ ദൃശ്യമായി എങ്കിൽ പോലും വീണ്ടും ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് തന്നെയാണ് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. BPCLുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു ലോങ് ടേം വ്യൂ എന്താണ്? സോ BPCLന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. നാച്ചുറലി ഇതിന്റെ ഈ സെന്റിമെന്റ് ഇത്രയും ബുള്ളിഷ് ആകാൻ ഒരു കാര്യം നമ്മൾ പബ്ലിക് സെക്ടർ സ്റ്റോക്സിലൊക്കെ തന്നെ ഒത്തിരി ബൈയിങ് ഇൻട്രസ്റ്റ് കാണുന്നുണ്ട്. ബട്ട് എങ്കിലും നമ്മൾ BPCL, IOC, ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ കേസിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ക്രൂഡ് ഓയിലിന്റെ വില ബുള്ളിഷായി വഴിമാറാൻ നല്ല ചാൻസസ് കാണുന്നുണ്ട്. ക്രൂഡ് ഓയിലിന്റെ വില കയറി തുടങ്ങിയാൽ ഈ സ്റ്റോക്സിലൊക്കെ ഒരു സെല്ലിംഗ് പ്രഷറിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. സർ, അതിനോടൊപ്പം തന്നെ ഏഞ്ചൽ ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ കൂടി അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. 1.75% നേട്ടത്തിൽ 3148 എന്നൊരു റേഞ്ചിലാണ് ഏഞ്ചൽ ഫണ്ട് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓഹരിയുടെ 53 ഹൈ റേഞ്ച് നോക്കുകയാണെങ്കിലും ജനുവരി 9 സൃഷ്ടിച്ച 3896 എന്നൊരു റേഞ്ച് ആയിരുന്നു. ഏഞ്ചൽ ഫണ്ടുമായി ബന്ധപ്പെട്ട് ഇനിയൊരു നിക്ഷേപകൻ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? സോ ഏഞ്ചൽ ഫണ്ട് നിലവിലുള്ള ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ബെയറിഷ്. എങ്കിൽ പോലും സ്റ്റോക്കിന് 2800 രൂപയിൽ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ലെവൽ ഫോം ചെയ്തിട്ടുണ്ട്. നമ്മളൊരു അല്പം റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ ഈ 2800 രൂപ സപ്പോർട്ടായിട്ട് നോട്ട് ചെയ്തിട്ട് നമുക്ക് കറന്റ് ലെവൽസിൽ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. 2-3 മേജർ റെസിസ്റ്റൻസ് സോൺസ് ആദ്യത്തെ കാണുന്നത് 3300 രൂപ. 3300 ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 3600-ഉം അതിനുശേഷം ഈ സ്റ്റോക്കിന്റെ ഓൾ ടൈം ഹൈ 3900 രൂപയോ ആയിരിക്കും ഇതിന്റെ റെസിസ്റ്റൻസ് ലെവൽസ്. ഇന്നിപ്പോൾ LICയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിലവിൽ 1.44% ഒരു നേട്ടത്തോടുകൂടി 946 രൂപ എന്നുള്ള ഒരു ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഇൻട്രാഡേ ഹൈ 950 രൂപ എന്നുള്ളതുമാണ്. LICയെ സംബന്ധിച്ചിടത്തോളം IPOയ്ക്ക് ശേഷം ഏതാണ്ട് ഒരു 2 വർഷത്തിന് ശേഷം LIC ഓഹരികൾ ഇന്നലെ ഒരു റെക്കോർഡ് ഉയരത്തിലാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. വിപണി മൂല്യവും കുതിച്ചുയരുന്ന ഒരു പ്രവണത കാണിച്ചിട്ടുണ്ടായിരുന്നു. LICയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ജാസ്മിൻ, നമ്മൾ ആക്ച്വലി LICയെ കുറിച്ച് കഴിഞ്ഞ 3-4 മാസമായിട്ട് പ്രേക്ഷകരുടെ ശ്രദ്ധയിലോട്ട് കൊണ്ടുവരുന്ന ഒരു സ്റ്റോക്ക് ആയിരുന്നു ആസ് എ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് സ്റ്റോക്ക്. ഇൻഫാക്ട് ഞാൻ ഓർക്കുന്നുണ്ട്, ഇതേ ഫോറത്തിൽ 600-620 രൂപയിലായിരുന്നു നമ്മൾ ലോങ് പൊസിഷൻ എടുക്കാനായിട്ട് ഇൻവെസ്റ്റേഴ്സിന് ആദ്യം തന്നെ അറ്റൻഷൻ വിളിച്ചത്. നൗ അറ്റ് ദിസ് മൊമെന്റ് സ്റ്റോക്ക് ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവലിൽ എത്തിയതിനെ തുടർന്ന് നമുക്ക് ഈ ഹൈ ലെവൽസിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ സേഫ് ആയിട്ട് എനിക്ക് വാങ്ങിക്കാൻ കാണുന്നില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. സ്റ്റോക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ഏരിയ ഇനി 860 rupees ആയിരിക്കും.
സർ അതിനോടൊപ്പം തന്നെ പാരസ് ഡിഫൻസ് ആൻഡ് സ്പേസ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഡിഫൻസ് മേഖലയിലെ പല ഓഹരികളും വലിയ കുതിപ്പ് നടത്തിയപ്പോൾ പോലും അത്രയും അധികം ഔട്ട് പെർഫോമൻസ് നടത്താൻ സാധിക്കാതെ പോയൊരു ഓഹരിയാണ് പാരസ് ഡിഫൻസ് എന്ന് പറയുന്നത്. നിലവിൽ 2.15% നേട്ടത്തിൽ 801.55 രൂപ എന്നൊരു റേഞ്ചിലാണ് ഓഹരി ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 2023 സെപ്റ്റംബർ 8 ക്രിയേറ്റ് ചെയ്ത 848 രൂപ എന്നൊരു 52 വീക്ക് ഹൈന് ശേഷം വലിയ തോതിലൊരു മുന്നേറ്റം, വലിയ തോതിലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പാരസ് ഡിഫൻസുമായി ബന്ധപ്പെട്ട് സാറിന്റെ ഒരു ലോങ് ടേം പൊസിഷൻ എന്താണ്? പാരസ് ഡിഫൻസ് വന്നിട്ട് ഇറ്റ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ആൻഡ് ഈ സ്റ്റോക്കിൽ നമ്മൾ ഈ ഡിഫൻസ് മേഖലയിൽ ഇത്രത്തോളം ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണുന്നത് കൊണ്ട് what we are seeing is that there has been a lot of speculative buying and selling which is happening. So ഈ ഒരു സ്റ്റോക്കിലെ മേജർ റെസിസ്റ്റൻസ് എനിക്ക് കാണാൻ സാധിക്കുന്നത് 845 റുപ്പീസ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേം പെർസ്പെക്റ്റീവിൽ മാത്രം നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ലഭിക്കും. എസ് പ്രദീപ് സർ, അവസാനമായിട്ട് ഇന്നിപ്പോൾ ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള കമ്പനികളുടെ ഒക്കെ തന്നെ പാദഫലങ്ങൾ വരാനിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വിപണി ഇപ്പോൾ ഒരു പോസിറ്റീവ് നോട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് എന്നും കാണാം. ഇന്നത്തെ ഒരു വിപണിയെ സംബന്ധിച്ചിടത്തോളം താങ്കളുടെ വാച്ച് ലിസ്റ്റിലുള്ള പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്? സോ ഇന്ന് നമ്മൾ തുടക്കത്തിൽ ഇതേ ഫോറത്തിലും ഇതിനു മുൻപ് മാർക്കറ്റ് പ്ലസ് ഫോറത്തിലും ഐ വാസ് വെരി വെരി ബെയറിഷ് ഓൺ ദ ബാങ്കിങ് സെക്ടർ. ബട്ട് ആ ഒരു വ്യൂവിലെ മാറ്റം ഇല്ലെങ്കിൽ പോലും ഇപ്പോൾ ഈ കഴിഞ്ഞ 10 നിമിഷത്തെ ഒരു ട്രേഡിംഗ് പാറ്റേൺ ശ്രദ്ധിക്കുമ്പോഴേക്കും എന്റെ അറ്റൻഷനിലോട്ട് വന്നിരിക്കുന്ന ഒരേ ഒരു ബാങ്കിങ് സ്റ്റോക്ക് ഇസ് തമിഴ്നാട് മെർക്കന്റൈൽ ബാങ്ക്. സോ തമിഴ്നാട് മെർക്കന്റൈൽ ബാങ്ക് നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് ഏതാണ്ട് ഒരു 2% ഗെയിൻ നേട്ടം നൽകിയിട്ടുണ്ട്. ഇറ്റ് ഇസ് എ ടേൺ അറൌണ്ട് സ്റ്റോക്ക് ആൻഡ് ഐ തിങ്ക് ദ ഡൗൺ സൈഡ് റിസ്ക് വളരെ കുറവായിട്ടാണ് കാണുന്നത്.